കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 130ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് നാം കൂടി വരുന്നത്. എന്നാൽ നിങ്ങളെല്ലാവരും റോമാലേഖന പഠനത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നത് കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുക, പാപ സ്വഭാവത്തിന് മരിച്ചിട്ട് ദൈവത്തിന് ജീവിക്കുക, ഇതാണ് നാം ഈ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തിരുവചനത്തിലെ പഠനത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് ചേരുക, യേശു ക്രിസ്തുവിനോട് ചേരുക, പാപ സ്വഭാവത്തിന് മരിച്ചിട്ട് ദൈവത്തിന് ജീവിക്കുന്നവരാകുകയും എന്നുള്ളൊരു ആഹ്വാനമാണ് കഴിഞ്ഞ നാളുകളിലെ ഈ പഠനത്തിൽ കൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിന്റെ തുടർമാനമായ ചിന്തയിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പ്രാരംഭമായിട്ട് നിങ്ങളെ ഒന്ന് വാമപ്പ് ചെയ്യുവാൻ ഒരു ചിന്ത ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുകയുണ്ടായി. തൻ്റെ ട്രെയിൻ യാത്രയിൽ താനായിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ആ ട്രെയിനിൽ TTR കയറുവാനായിട്ട് കണ്ടക്ടർ, ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന എക്സാമിനർ കയറുവാനായിട്ടിടയായി. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും ടിക്കറ്റ് കാണിച്ചു. ഐൻസ്റ്റീനും ടിക്കറ്റ് കാണിക്കാനായിട്ട് നോക്കിയപ്പോൾ തൻ്റെ പോക്കറ്റിൽ ടിക്കറ്റ് ഇല്ല. ഐൻസ്റ്റീന് പോക്കറ്റിൽ കൈയിട്ടു, പോക്കറ്റിൽ ടിക്കറ്റ് ഇല്ല. പാൻറിന്റെ പോക്കറ്റിൽ തപ്പുന്നു, അവിടെയും ടിക്കറ്റ് ഇല്ല. അപ്പോഴത്തേന് അദ്ദേഹത്തിന് നിരാശയായി. പെട്ടെന്ന് താൻ ബാഗ് എടുക്കുന്നു, ബാഗിൽ നോക്കുന്നു. ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് TTRന് മനസ്സിലായി ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, സാർ, താങ്കൾ ടിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല, താങ്കൾ ഇത്ര വലിയൊരു ജെന്റിൽമാൻ ആണ്, തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആളിനെ മനസ്സിലാകാതാണ് ചോദിച്ചത്, അതുകൊണ്ട് സാരമില്ല, എനിക്ക് ടിക്കറ്റ് കാണണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് സന്തോഷമായെങ്കിലും പിന്നെയും ഐൻസ്റ്റീൻ ടിക്കറ്റ് തപ്പുന്ന തിരക്കിൽ തന്നെയായിരുന്നു. ബാഗിൽ തപ്പുന്നു, എഴുന്നേറ്റ് താൻ ഇരുന്ന സീറ്റിന്റെ സൈഡിലൊക്കെ നോക്കുന്നു, മേലത്തെ സീറ്റിൽ എഴുന്നേറ്റ് നോക്കുന്നു. അന്നേരവും കണ്ടക്ടർ പറഞ്ഞു, സാർ, അതിന്റെ ആവശ്യമില്ല, ഞാൻ ആളറിയാതെ ചോദിച്ചു പോയതാണ്, നിങ്ങൾ വളരെ മാന്യനാണ്, ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്നെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി, അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. TTR അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ടും ഐൻസ്റ്റീന് ടിക്കറ്റ് തപ്പുന്നത് നിർത്തിയില്ല. അദ്ദേഹം പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ആ കമ്പാർട്ട്മെന്റ് വഴി വന്നു കഴിഞ്ഞപ്പോൾ ഐൻസ്റ്റീൻ ഇങ്ങനെ മുട്ടയിൽ കുത്തി കിടക്കുകയാണ്. മുട്ടയിൽ കുത്തി ഈ സീറ്റിന്റെ അടിയിലത്തെ പെട്ടിയൊക്കെ മാറ്റി തപ്പുകയാണ്. പാൻറ്റെല്ലാം അഴുക്കായി, കോട്ടുമൊക്കെ എല്ലാം ചുളുങ്ങി, ഇതിനടിയിൽ കിടന്ന് മുട്ടുകുത്തി കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ TTR അദ്ദേഹത്തിന്റെ പുറത്തേക്ക് നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, സാർ, നിങ്ങൾ ആ ടിക്കറ്റ് ഇനി എന്നെ കാണിക്കണ്ട, എനിക്ക് പരിപൂർണ ബോധ്യമാണ് നിങ്ങൾ ഒരു ജെന്റിൽമാൻ ആണ്, ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ളൂ, എനിക്കിനി ആ ടിക്കറ്റ് കാണണ്ട എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞിടൂ, തനിക്കറിയാം ഞാനൊരു ജെന്റിൽമാൻ ആണെന്ന്, ടിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലെന്നും എനിക്കറിയാം, പക്ഷെ എവിടെ പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ടിക്കറ്റ് തപ്പുന്നതെന്ന്. എവിടേക്കാ പോകേണ്ടതെന്ന് എനിക്ക് ആ ടിക്കറ്റ് കിട്ടിയാലേ അറിയത്തുള്ളൂ, ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിക്കറ്റ് തപ്പുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലും ഇതുപോലെ ജനം വളരെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു വിഷയം. അതായത് നമുക്കിന്ന് നമ്മുടെ ഇടയിൽ 3 തരം ക്രിസ്ത്യാനികളെ കാണാം. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് വ്യക്തമായ ധാരണയില്ലാത്ത ക്രിസ്ത്യാനികൾ. പൊതുവെ അവരെ നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ കാണാം. ഒരു കൂട്ടർ പറയുന്നത് സ്വർഗം ഭൂമിയിലേക്ക് വരുമെന്ന, സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാം സ്വർഗത്തിലേക്ക് പോകും, അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, നാം ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്, നിത്യം സ്വർഗത്തിൽ വസിക്കും, നാം സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. എന്നാൽ മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, ഇത് നാം എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് നാൾ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതായത് ഇവിടെ നിന്ന് സ്വർഗത്തിൽ വരെ പോകും, അവിടെ പോയിട്ട് തിരിച്ചു വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭ വിഭാഗത്തിൽപ്പെടുന്ന പെന്തക്കോസ്റ്റ്, ബ്രദറൻ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, അനാബാപ്റ്റിസ്റ്റ്, ഈ ഗ്രൂപ്പുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ അങ്ങനെ വിശ്വസിക്കുന്നവരാ. ഒരു 7 വർഷത്തേക്ക് മേലെ വരെ പോകും, ഒരു ടൂർ പാക്കേജ് മാതിരി. അവിടെ പോകും, അവിടെ 7 വർഷം ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ്.
ഈ കൺഫ്യൂഷന്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മാർഗദർശിയായി ദൈവം തന്നിരിക്കുന്ന തിരുവചനത്തെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യുക എന്നൊരു ദൈവിക ഉപദേശം സഭ കൈക്കൊള്ളാതെ പോയതിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള കൺഫ്യൂഷനാണ് ഈ കാണുന്നതല്ല. ഈ കൺഫ്യൂഷൻ കൊണ്ട് ആർക്കാ പ്രയോജനം അറിയാമോ? ഹു ഈസ് ദ ബെനിഫിഷ്യറി ഓഫ് ദിസ് കൺഫ്യൂഷൻ? സാത്താനാണ്. വേറെ ആർക്കും ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം മാത്രമേ. ദൈവത്തിന് ആരോടും ഇഷ്ടക്കുറവോ പ്രത്യേക താല്പര്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഒന്നുമില്ല. എല്ലാവരും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. 99 വിട്ടേച്ച് കാണാതെ പോയ ഒന്നിനെ തേടി പോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. കുറച്ചുപേര് നരകത്തിൽ പോകണമെന്നൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. 1 തിമോത്തി 2:4 പറയുന്നത്, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും അവൻ ഇച്ഛിക്കുന്നു. തീത്തോസിന്റെ ലേഖനം 2:11 പറയുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതുപോലുള്ള കൺഫ്യൂഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് സാത്താനാണ്. ഈ കാലഘട്ടത്തിൽ ഈ 3 വിശ്വാസത്തിൽ എത്ര എണ്ണം ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ 3 ഗ്രൂപ്പിൽ ഇവിടെ നിൽക്കുന്നു, സ്വർഗത്തിൽ പോകുന്നു, അല്ല സ്വർഗത്തിൽ പോയിട്ട് മടങ്ങി ഇവിടെ വരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നതിൽ എത്ര എണ്ണം ശരിയുണ്ടെന്നറിയാമോ? ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തിൽ ഒരു ശരിയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവരുടെ ഗതി എന്താകും? അവരുടെ ഗതി അതോ ഗതിയാകും. അവരെത്ര പേരുണ്ട്? അവർ 99% ആൾക്കാരും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവരിൽ ആ വിശ്വാസക്കാരാണ്, ശരിയായിട്ടുള്ള വിശ്വാസത്തിൽ ഉള്ളവരല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഗതിയാണ്. അത് നമ്മുടെ വിളി എന്താണ്, വാസ്തവമായിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് മനസ്സിലായി ക്രമീകരണം പ്രാപിച്ച് ആ രക്ഷാമാർഗം മനസ്സിലായില്ലെങ്കിൽ ജനം നിരുപാധികം കൈവിടപ്പെട്ടു പോകും, നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഒന്ന് കൂടെ ഇത് ഓർപ്പിക്കുന്നത്, ഈ വചനത്തിന്റെ റൈറ്റ് ഡിവിഷന്റെ യഥാർത്ഥമായി സത്യവചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകതയെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പ്രാരംഭമായിട്ട് നിങ്ങളെ ഒന്ന് വാം അപ്പ് ചെയ്യുവാനായിട്ട് ഞാൻ അത്രയും കാര്യം ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. റോമാലേഖനം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ടു ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് എങ്ങനെ നയിക്കുവാൻ കഴിയും എന്നുള്ള വിഷയമാണ് ഈ 3 അധ്യായങ്ങളിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ 6-ാം അധ്യായത്തിലാണ് എത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. ഇന്നത്തെ പഠനത്തിൽ തന്നെ നിങ്ങൾക്ക് അനേക പുതിയ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ ലഭിച്ചു എന്ന് വരാം. പ്രാർത്ഥനയോട്, ദൈവസ്നേഹത്തോടെ, ശ്രദ്ധയോടെ നിങ്ങളുടെ മൊബൈൽ ഫോണുകളെല്ലാം ഓഫ് ചെയ്തിട്ട് യാതൊരു വിധത്തിലും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാത്ത രീതിയിൽ ഈ വചനത്തിൽ ശ്രദ്ധിക്കുവാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം, അവർ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം എങ്ങനെ എന്നുള്ള വിഷയമാണ് തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നാം ക്രിസ്തുവിൽ ജീവിക്കുന്നത്? ക്രിസ്തുവിൽ ആയിത്തീരുവാൻ നാം രക്ഷിക്കപ്പെടണം. അതാണ് റോമാലേഖനം 4-5 അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഹൗ ടു ഒബ്റ്റെയിൻ സാൽവേഷൻ. നമുക്ക് എങ്ങനെ രക്ഷ ലഭിക്കുവാനായിട്ട് കഴിയും, എങ്ങനെ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 4ഉം 5ഉം അധ്യായം വളരെ അസന്നിഗ്ധമായിട്ട് നമ്മളെ അത് മനസ്സിലാക്കി തന്നിരിക്കുക. ഇനി എന്തിനാണ് രക്ഷപ്പെടേണ്ടതെന്ന് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ, റോമാലേഖനം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ നാം എല്ലാവരും ഒരുപോലെ പാപത്തിലായിരുന്നുവെന്നും അതിൽ നിന്നും രക്ഷപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചു വന്ന് 4-5 അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായത്തിൽ കയറിയിരിക്കുക. 6 മുതൽ 8 വരെയുള്ള അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം. ഹൗ ടു ലീഡ് എ സ്പിരിറ്റ് ഫിൽഡ് ആൻഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഇവിടെ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഞാനൊന്ന് കാണിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന്. നിങ്ങൾ ആരും നിങ്ങളുടെ ശ്രദ്ധയെ ഇവിടെ നിന്ന് മാറിപ്പോകരുത്. 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏറെക്കുറെ ചിന്തിക്കുവാനായിട്ടിടയായത്. ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. അവിടെ എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഫോർ ഹി ദാറ്റ് ഈസ് ഡെഡ് ഈസ് ഫ്രീഡ് ഫ്രം സിൻ. ഇന്ന് ഇവിടം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്തുകൊണ്ട് അടുത്ത വാക്യങ്ങളിലേക്ക് വരാം. ഇന്ന് 6-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ കയറുകയാണ്.
ഈ 8 മുതൽ 11 വരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുവാനായിട്ട് ഇതിന്റെ എല്ലാം കുറിവാക്യം എന്ന് പറയുന്നത് എൻ്റെ 3-4 വാക്യങ്ങളാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്യം, അവിടെ മുതൽ ഉള്ള 3-4 വാക്യങ്ങൾ. ഞാൻ 6-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് മടങ്ങി വരാം. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കാട്ടെ. ഈ വാക്യങ്ങളെല്ലാം ഓടിച്ചു വിടരുതേ, വളരെ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചു പോകണം. വാക്യം വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ചിലര് ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നു. എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞതാണ്. അത് പക്ഷെ വായിക്കുമ്പോൾ എഴുന്നേറ്റ് കിടക്ക എടുത്തോണ്ട് നടക്ക എന്നാ പുള്ളി വായിക്കുന്നത്. എഴുന്നേറ്റ് കിടക്ക എടുത്തോണ്ട് നടക്ക. ഇതിനെയൊക്കെ വായിക്കുന്നത് വ്യക്തമായിട്ട് വായിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. എഴുന്നേറ്റ് കിടക്കാനല്ല പറഞ്ഞത്, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാന്ന് എന്ന് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് ഇതിനെ വായിച്ചു മനസ്സിലാക്കി പോകണം. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ഞാനത് പ്രൊജക്ട് ചെയ്തില്ല. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് കർത്താവിനോടുകൂടി മരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കും. നമ്മൾ അതിന്റെ കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് പഠിക്കും. അതിന്റെ 9-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. 10-ാം വാക്യം, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. 11, അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. അങ്ങനെ നമ്മളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്ന് പറയുകയാണ്. നമ്മൾ 6-7 വാക്യങ്ങൾ 5-6-7 വാക്യങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു. എങ്ങനെ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ അവന്റെ മരണത്തോട് നാം ഏകീഭവിച്ചു, അതിന് പങ്കാളികളായി തീർന്നു. അവന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് തുടർമാനമായിട്ട് വായിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഫോർ ഹി ദാറ്റ് ഈസ് ഡെഡ് ഈസ് ഫ്രീഡ് ഫ്രം സിൻ. ഇവിടെ പറയുന്നത്, ക്രിസ്തുവിനോട് കൂടെ മരിച്ച ഒരുവനിൽ ഇനി പാപം ഇല്ല. അങ്ങനെ ഒരാൾ ഇനിയും പാപം ചെയ്യത്തില്ല എന്നല്ല, അവനിൽ പാപം ഇല്ല എന്നല്ല, മറിച്ച് ക്രിസ്തുവിൽ മരിച്ച ഒരുവൻ പാപത്തിന്റെ ശക്തിയിൽ നിന്നും മോചിതനായിരിക്കുന്നു. ആ പാപത്തിന് ഇനി ഇവന്റെ മേൽ അധികാരമില്ല, പാപത്തിന് ഇനി ഇവന്റെ മേൽ അവകാശം പറയാൻ കഴിയത്തില്ല. അങ്ങനെ ആ പാപത്തിൽ നിന്നും അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു, മോചിതനായിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന് ഇനി അവന്റെ മേൽ അധികാരമില്ല, പാപത്തിന് അവനെ അവകാശം പറയാൻ കഴിയത്തില്ല. അതിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് മരിച്ചത് കാരണം അവൻ ആ പാപത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു എന്ന് പറയുകയാണ്. അവന്റെ മേൽ അധികാരമില്ല എന്ന് പറയുകയാണ്. കാരണം അവൻ ക്രിസ്തുവിൽ മരിച്ചവനാണ്. മരിച്ചവന്റെ മേൽ ഒരു നിയമവും നിലനിൽക്കത്തില്ല. ഞാനൊരു ചെറിയ റൈറ്റപ്പ് കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഇന്ന് 5 മുതൽ 7 വരെ പഠിച്ചിരിക്കുന്ന വിഷയം ഇതാണ്, ഡെഡ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവിനോട് കൂടെ മരിച്ചു, ഡെഡ് വിത്ത് ക്രൈസ്റ്റ്. അതായത് ദ ക്രൂസിഫൈഡ് ലൈഫ്. 6-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെ പഠിക്കുന്ന നമ്മൾ ക്രൂശിക്കപ്പെട്ട ഒരു ലൈഫ്, അതായത് ക്രൂസിഫൈഡ് ലൈഫ്. നാം കർത്താവിനോട് കൂടെ മരിച്ചു. അത് നമ്മുടെ പഴയ മനുഷ്യനാണ്, ഓൾഡ് മാൻ. നമ്മുടെ പഴയ മനുഷ്യൻ അതോടുകൂടെ മരിക്കുക. ഫ്രീഡ് ഫ്രം സിൻ. പാപത്തിന് ഇനി നമ്മുടെ മേൽ അധികാരമില്ല. കാര്യം നമ്മൾ ആ പാപ മനുഷ്യൻ മരിച്ചു. പഴയ മനുഷ്യനായിരുന്നു പാപ സംബന്ധമായിട്ട് ഇടപാടുണ്ടായിരുന്നത്. ആ പഴയ മനുഷ്യൻ മരിച്ചു, കർത്താവിനോടുകൂടി നമ്മൾ ക്രൂശിക്കപ്പെട്ടു. ഡെഡ് വിത്ത് ക്രൈസ്റ്റ് എന്നാണ് ഇത് പറയുന്നത്. ഓൾഡ് മാൻ, പഴയ മനുഷ്യൻ, നമ്മുടെ ആ ജഡപ്രകാരം ഉണ്ടായിരുന്ന മനുഷ്യൻ, അവൻ മരിച്ചു. ഫ്രീഡ് ഫ്രം സിൻ, പാപത്തിന്റെ അധികാരത്തിൽ നമ്മൾ മോചിതരായി. ക്രൈസ്റ്റ് നോട്ട് ഓൺലി ഡിസ്ട്രോയ്സ് ദ ഡെവിൾ ബട്ട് ഡെത്ത്.
സാത്താനെ മാത്രമല്ല കർത്താവ് പരാജിതനാക്കുന്നേ, എന്നാൽ മരണത്തെയും പരാജിതനാക്കിയിരിക്കുകയാണ്. ഈ മരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ വേർപെടുന്ന വേർപാടല്ല ഉദ്ദേശിക്കുന്നത്, നിത്യമരണമാണ്, രണ്ടാം മരണമാണ്. രണ്ടാം മരണത്തിന് നമ്മൾ അധീനതയിലായിരുന്നു. കാര്യം നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാം മരണത്തിന്റെ അധീനതയിലാണ്. ആ മരണത്തിൽ കൂടെ നാം നിത്യ നരകാഗ്നിയിലേക്ക് പോകും. എന്നാൽ അതിൽ നിന്നും കൂടെ നമുക്ക് മോചനം തന്നിരിക്കുകയാണ്. ക്രൈസ്റ്റ് നോട്ട് ഓൺലി ഡിസ്ട്രോയ്സ് ദ ഡെവിൾ ബട്ട് ഡെത്ത്, മരണത്തെയും ദൈവം മാറ്റിയിരിക്കുകയാണ്. എബ്രായ ലേഖനം 2:14-15 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, മക്കൾ ജഡരക്തങ്ങളുള്ളവർ ആകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ ക്രൂശ് മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നൊക്കെയുള്ള വചനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 15:26 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അവൻ മരണത്തെ എന്നേക്കുമായിട്ട് നീക്കം ചെയ്യുന്നത്. അവസാനം മരണവും അവസാനത്തെ ശത്രുവായിട്ട് മരണവും നീങ്ങിപ്പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ, അതായത് ഞാനും നിങ്ങളും ആ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് 3-4 വാക്യങ്ങളാണ്. അതായത് യേശു ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കഴിയുമ്പോൾ, ആ ചേർന്ന് കഴിയുമ്പോഴത്തേന് കർത്താവ് നമ്മിലേക്ക് വരികയും ആ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ പൊതിയുകയും ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും വി ആർ ക്രൂസിഫൈഡ് വിത്ത് ഹിം. ഓൾഡ് മാൻ അവനോടുകൂടെ മരിച്ചു, നാം പാപത്തിൽ നിന്ന് മോചിതരായി എന്ന് 6-7 വാക്യങ്ങളിൽ 5-6-7 വാക്യങ്ങളിൽ പഠിക്കുക. ഇനി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 6-ാം അധ്യായം 8 മുതൽ 11 വരെ ഞാൻ ഇതിനെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. മനസ്സിലാകുന്ന ഭാഷയിൽ കുറച്ചുകൂടെ ഞാൻ അതിനെ വ്യക്തമാക്കി തരാം. 8-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ദ റിസറക്റ്റഡ് ലൈഫാണ്. മറ്റേത് ക്രൂസിഫൈഡ് ലൈഫ്, മരിച്ച് ക്രൂശിക്കപ്പെട്ട ആ ഒരു ജീവിതമാണ്. എന്നാൽ ഈ 8 മുതൽ 11 വരെ ദ റിസറക്റ്റഡ് ലൈഫ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും അവനോടുകൂടെ ആ ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുക. ന്യൂ മാൻ അലൈവ്, നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറിയിരിക്കുക. ഒരു പുതിയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ രൂപം കൊണ്ടിരിക്കുക. ആ മനുഷ്യൻ ജീവൻ പ്രാപിച്ചിരിക്കുക. എറ്റേണൽ ലൈഫ് നൗ, നമ്മുടെ ആ എറ്റേണിറ്റിയിലേക്ക്, നിത്യതയിലേക്ക് നമ്മൾ കടന്നിരിക്കുക. വേൾഡ് ഈസ് ഡെഡ് ടു മീ, അതായത് ഈ ലോകം എനിക്ക് മരിച്ചിരിക്കുക. ആൻഡ് ഐ ആം ഡെഡ് ടു ദ വേൾഡ്, ഈ ലോകത്തിന് മുന്നിൽ ഞാൻ മരിച്ചിരിക്കുകയാണ്, എൻ്റെ മുന്നിൽ ലോകവും മരിച്ചിരിക്കുക. അതായത് ഡിറ്റാച്ച്ഡ് ഫ്രം മീ, ഈ ലോകമായിട്ട് ഞാൻ ഉണ്ടായിരുന്ന അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അത് ഡിറ്റാച്ച്ഡ് ആയിപ്പോയി. കാര്യം ഇത് പുതിയ മനുഷ്യനാണ്. പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഒരു പുതിയ മനുഷ്യൻ അവിടെ നിന്ന് രൂപം കൊള്ളുക. ഡിറ്റാച്ച്ഡ് ഫ്രം മീ, വേൾഡ്, ഉലകം, ഈ ലോകം എന്നിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി. നോ റൈറ്റ്സ് ടു മീ, അതായത് ഈ ലോകത്തിന് ഒരു അധികാരവും എൻ്റെ മേലെ ഇല്ല. കനോട്ട് മൂവ് മീ, അതായത് എന്നെ യാതൊരു വിധത്തിലും മാറ്റുവാനായിട്ട് ഈ ലോകത്തിന് കഴിയത്തില്ല. ഈ ലോകം എനിക്കും ഞാൻ ഈ ലോകത്തിനും മരിച്ചിരിക്കുക. എനിക്കറിയാം ഇതെല്ലാം വലിയ തത്വശാസ്ത്രങ്ങളാണ്. ഇതൊക്കെ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. നമ്മൾ ദൈനംദിനം അനുഭവിക്കുന്ന കാര്യവും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യവുമാണ് തിരുവചനത്തിൽ കൂടി നമ്മളോട് പറയുന്നത്. ഈ ചിന്തയാണ് നമ്മൾ കൂടുതൽ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇതിനെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 6-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് കൂടുതൽ ചിന്തിക്കാനായിട്ട് പോവുക. പ്രധാനമായിട്ടും എങ്ങനെയാണ് ഒരാൾ ക്രിസ്തുവിൽ മരിക്കുന്നത്. നമ്മൾ ആദ്യം മരിക്കണം, അതിൽ നിന്ന് ശേഷമാണ് നമ്മളെ അടക്കുന്നതും അവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതും ആ ഉയർത്തെഴുന്നേറ്റ് ആ ഒരു ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുന്നത് എന്ന് പഠിക്കാൻ പോവുക. റോമാലേഖനം ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകവും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസ്പെഷ്യലി 4, 5, 6, 7, 8 അധ്യായങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 3-ാം അധ്യായത്തിന്റെ അവസാനം മുതൽ ഇവിടെ നമ്മുടെ ചോദ്യം, എങ്ങനെയാണ് ഒരാൾ ക്രിസ്തുവിൽ മരിക്കുന്നത്? ക്രിസ്തു എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എൻ്റെ പാപത്തിന്റെ പരിഹാരമായി പ്രായശ്ചിത്ത യാഗമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വരികയും എൻ്റെ ആത്മാവിനെ അവൻ്റെ ആത്മാവിനാൽ പൊതിയുകയും ചെയ്യുക. ഞാൻ അവനിലായി തീരുക. അങ്ങനെ കർത്താവിൻ്റെ ഡെത്ത്, ബറിയൽ, റിസറക്ഷൻ, അതായത് കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനം എൻ്റെ മരണ അടക്ക പുനരുദ്ധാനമായിട്ട് മാറുകയാണ്. എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിക്കുകയാണ്. ഞാനൊന്നുകൂടെ പറയാം, ഞാനൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. നിങ്ങൾ തിരിച്ച് ഈ വീഡിയോ യൂട്യൂബിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇത് കേൾക്കണം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുന്നതെന്ന് ചോദിച്ചാൽ
ക്രിസ്തു എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി എൻ്റെ പാപത്തിന്റെ പരിഹാരമായ പ്രായശ്ചിത്ത യാഗമായി തീർന്നു. അങ്ങനെ എൻ്റെ പാപത്തിന് പരിഹാരമായി ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വരികയും എൻ്റെ ആത്മാവിനെ അത് പൊതിയുകയും ചെയ്യുക. ഞാൻ അവനിലായിത്തീരുക. അങ്ങനെ കർത്താവിൻ്റെ മരണവും അടക്കവും പുനരുദ്ധാനവും, അതായത് കർത്താവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ആ മരണവും അടക്കവും പുനരുദ്ധാനവും ഒക്കെ അനുഭവിച്ച ആത്മാവാണ്. ആ ആത്മാവ് എന്നിലേക്ക് വരുമ്പോൾ അവൻ്റെ മരണം എൻ്റെ മരണമായി മാറുക, അവൻ്റെ അടക്കം എൻ്റെ അടക്കമായി മാറുക, അവൻ്റെ പുനരുദ്ധാനം എൻ്റെ പുനരുദ്ധാനമായി മാറുക. കർത്താവ് മരിച്ചപ്പോഴും അടക്കിയപ്പോഴും ഒന്നും ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ ഇപ്പോൾ ജീവിക്കുമ്പോൾ, ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. ആ കാൽവറിയിൽ എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്ത യാഗമാകുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച ആ മരണം എൻ്റെ മരണമായി തീരുക, കർത്താവിൻ്റെ ആ അടക്കം എൻ്റെ അടക്കമായി തീരുകയും കർത്താവിൻ്റെ ആ പുനരുദ്ധാനം എൻ്റെ പുനരുദ്ധാനമായി മാറുകയുമാണ്. അങ്ങനെ എൻ്റെ ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിക്കുന്നു. അങ്ങനെ പാപസംബന്ധമായിട്ട് നാം മരിക്കുകയും അടക്കപ്പെടുകയും പുതിയ സൃഷ്ടിയായിട്ട് ഉയർക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും അതോടുകൂടി നാം മോചിതരാകുക. കാര്യം നമ്മുടെ ഈ ശരീരം അവനോടുകൂടെ മരിക്കുക. ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ ഇതിനെ കൂടുതൽ പിക്ചറുകളൊക്കെ കാണിച്ച് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. നിറയെ വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ കാണിക്കാനുണ്ട്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഇവിടെ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച് കേട്ടാട്ട്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും. കണ്ടോ, എല്ലാവർക്കും വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും. അടുത്ത വാക്യം, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തു മരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവന്റെ മരണം നമ്മുടെ എല്ലാവരുടെയും മരണമായി തീരുക. എന്തിനാ അവന്റെ മരണം നമ്മുടെ എല്ലാവരുടെയും മരണമാകേണ്ടുന്നത്? എൽദോ ബ്രദർ ഒരു വീഡിയോയിൽ ഇത് വളരെ വ്യക്തമായിട്ടും വളരെ മനസ്സിലാകുന്ന രീതിയിലും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുന്നു. ആ വീഡിയോ ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകും. എങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ, പറയുന്ന ഒരു വീഡിയോ. അതായത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് വേറൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ ബെനിഫിഷ്യറി ആകത്തില്ല, നമുക്കതിന്റെ പരിഹാരം ലഭിക്കത്തില്ല. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് നമ്മൾ തന്നെ മരിക്കണം. മനസ്സിലായോ? മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി അപ്പന്മാർ മരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അപ്പന്മാർ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അതിന് പരിഹാരമാകത്തില്ല. നമ്മുടെ പാപത്തിന് നമ്മളാ ഉത്തരവാദി. ആ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ തന്നെ മരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മരിക്കണം. എന്നാൽ എങ്ങനെ നമ്മൾ മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പകരമായിട്ട് കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ അവനോട് കൂടെ നമ്മൾ മരിക്കുകയാണ്. നമ്മുടെ മരണം അവന്റെ മരണമായി തീരുകയാണ്, അല്ലെങ്കിൽ അവന്റെ മരണം നമ്മുടെ മരണമായി തീരുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിക്കുമ്പോൾ ആ മരണം നമ്മുടെ മരണമായി തീരുക. നമുക്ക് പകരമായിട്ട് കർത്താവ് മരിക്കുകയല്ല, മറിച്ച് കർത്താവ് മരിച്ചത് എൻ്റെ മരണമായി മാറുക. നമ്മളെല്ലാവരും മരിക്കണം എന്നുള്ള ഒരു അടിസ്ഥാന തത്വമാണ്, ഒരു നിയമമാണ്. അത് എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ആ മരണം എൻ്റെ മരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ ആ മരണം എൻ്റെ മരണമായിട്ട് മാറുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. ഈ 14-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ലൈൻ കണ്ടില്ലയോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും. ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. മനസ്സിലായോ? 1-2 വാക്യങ്ങളോടുകൂടി ഈ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ കാണിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. അവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ, നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു.
ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ആക്ച്വലി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക, മരിച്ചിരിക്കുക. ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം, ഒരു പൂർണ്ണ പിക്ചർ നമുക്ക് കിട്ടുവാനായിട്ട് കഴിയും. കൊലോസി ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കൊലോസി ലേഖനം 3-ാം അധ്യായം അവിടെ പറയാം, ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ഈ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചത് കൊണ്ടാണ്, അടക്കിയത് കൊണ്ടാണ് ഈ ഉയർക്കുന്നത്. യേശു ക്രിസ്തുവിനോട് കൂടെ നാം മരിച്ചു, അടക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഈ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിനോട് കൂടെ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ മരിച്ചുയർത്തവനിൽ കൂടി നാം കർത്താവിന്റെ ആ മരണത്തിലും അടക്കത്തിലും പങ്കാളികളായി അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കണം. അതാണ് ഇതിന്റെ എല്ലാം ബേസ്. ഇവിടെ പറയാണ്, ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. കാര്യം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. അതുകൊണ്ട് നമുക്കുള്ളതെല്ലാം സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് പുറകെ പോകാതെ, നിങ്ങൾ ലോകപ്രകാരം ഡെഡാണ്. ഈ ലോകം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിന്റെ പുറകെ ഓടാതെ സ്വർഗത്തിലുള്ളത് വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇതൊരു ദൈവിക പദ്ധതിയും ദൈവിക വിളിയുമാണ്. ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. കാര്യം അവര് പഴയ നിയമവും മറ്റുള്ള ഉപദേശങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. ഇതൊരു ഭയങ്കര യുണീക്ക് വിളിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇത് എന്നേലും നടക്കുന്ന കാര്യമല്ല, ഇപ്പോഴങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുക. ഇത് പിന്നീട് അങ്ങനെ നടക്കുമെന്നല്ല, ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി പറയുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ എല്ലാം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ നമുക്ക് പകരമായി പ്രായശ്ചിത്ത യാഗമായി എന്ന് പറയുമ്പോൾ ആ കർത്താവിന്റെ മരണവും കർത്താവിന്റെ അടക്കവും കർത്താവിന്റെ പുനരുദ്ധാനവും നമ്മുടെ മരണ അടക്ക പുനരുദ്ധാനമായിട്ട് മാറുക. അങ്ങനെ നമ്മൾ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെടുക, കർത്താവിനോടൊപ്പം നമ്മൾ അടക്കപ്പെടുക, കർത്താവിനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക. അങ്ങനെ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ചത്തുപോവുക. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു പുതിയ മനുഷ്യനാണ്. ഞാൻ കുറെ കൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ചില വാക്യങ്ങൾ കൂടെ ഒന്ന് കാണിച്ചോട്ടെ. റോമാലേഖനം 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം അവിടെ കണ്ടില്ലോ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. അതായത് നമ്മള് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കഴിയുമ്പോൾ, ഈ സ്നാനം ഒന്നും വെള്ളത്തിലെ സ്നാനമല്ല കേട്ടോ, ഞാനത് കൂടുതൽ വെളിപ്പെടുത്താം. പരിശുദ്ധാത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലോട്ട് വരികയും നമ്മളെ ദൈവത്തോട് അനുരൂപരാക്കുക. ആ സ്നാനം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമായി ഏറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ, അവന്റെ അടക്കത്തോടും അവന്റെ പുനരുത്ഥാനത്തോടും അനുരൂപരാകുവാൻ നമ്മളെ സ്നാനപ്പെടുത്തുക. അപ്പോ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലേക്ക് വരിക, അത് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ജഡ സ്വഭാവമുള്ളവരല്ല. കാര്യം നമ്മൾ ഈ ജഡ സ്വഭാവം മരിച്ചു കഴിഞ്ഞു. ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അങ്ങനെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നീ ക്രിസ്ത്യാനി അല്ലെന്ന് പറയുക. ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ആണ് നാം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലേക്ക് വരിക എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ നമുക്ക് അത് ക്രിസ്തുവിനുള്ളവനല്ല. എൻ്റെ അടുത്ത വാക്യം, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും. അതായത് ഈ ജഡ ശരീരം പാപനിമിത്തം മരിക്കണം. അത് അടുത്തൊരു സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ അത് കൺഫ്യൂഷൻ ആകണ്ട. ആത്മാവ് നിമിത്തം ജീവനാകുന്നു. അടുത്ത വാക്യം കണ്ടില്ലയോ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, അതായത് ആ പരിശുദ്ധ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതെങ്ങനെ വസിക്കും? അത് നാം കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തിന് പരിഹാരമായി കർത്താവ് യാഗമായി എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ആത്മാവ് എന്നിലേക്ക് വരിക. അങ്ങനെ ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും.
ഇതാണ് നമ്മൾ ഒരു പുനരുദ്ധാനം പ്രാപിച്ച അവസ്ഥയിൽ ജീവിക്കാനുള്ള ഒരു ശക്തി നമ്മിൽ പകരുന്ന ഒരു കാര്യമായി പറയുന്നത്. ഇത് നമ്മൾ മരിച്ചെന്നേലും കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കുന്ന വിഷയമല്ല ഈ പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ ഈ ജീവനോടിരിക്കുമ്പോൾ, നമ്മൾ ഈ മർത്യ ശരീരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ എങ്ങനെ അനുഭവിച്ചറിയുമെന്ന വിഷയമായി പറയുന്നത്. ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്, അടുത്ത ദിവസങ്ങളിലും അടുത്ത ക്ലാസ്സുകളിലും ഒക്കെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്കത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോ ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്. കർത്താവിനോട് ചേർന്ന് നമ്മൾ മരിക്കുക. നമ്മൾ പറയുന്നത് എങ്ങനെ ഒരാൾ ക്രിസ്തുവിൽ മരിക്കുന്നുവെന്ന്. പാപസംബന്ധമായിട്ട് നാം മരിക്കുകയും അടക്കപ്പെടുകയും ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർക്കുകയും ചെയ്യുന്നത് എങ്ങനെ? അതായത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, ഞാൻ പാപിയായിരുന്നു, യാതൊരു വിധത്തിലും രക്ഷയ്ക്ക് യോഗ്യതയില്ലാതെ കിടന്നിരുന്ന എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവ് കാൽവറിയിൽ എനിക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗം, മറുവിലയാഗമായി അവന്റെ രക്തം എനിക്ക് മറുവിലയായി തന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുകയും അങ്ങനെ ഒരു അറിവ് എനിക്കുണ്ടാവുകയല്ല. അങ്ങനെ ഒരു അറിവുകൊണ്ട് ഒരു ഗുണവുമില്ല. മനസ്സിലായോ? ആഴമായിട്ട് വിശ്വസിക്കുകയും അതിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വരിക. ഹല്ലേലൂയ. വി ആർ ഐഡന്റിഫൈയിങ് അവർസെൽഫ് വിത്ത് ക്രൈസ്റ്റ്. മനസ്സിലായോ? ആ ഒരു പദവിയിലേക്ക് വരണം. നാം യേശു ക്രിസ്തുവിനോട് ചേരണം. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ 3-4 വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. 3-4 വാക്യങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ലയോ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേർന്ന് മരിക്കുവാൻ, അവന്റെ ആ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണമായിരുന്നു. അതാണ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. ബേസിസ് അതാണ്, അറിഞ്ഞിരിക്കണമായിരുന്നു. അടുത്ത വാക്യം പറയാ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടതുപോലെ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനെ കുഴിച്ചിട്ടതുപോലെ നാമും കുഴിച്ചിടപ്പെട്ടു. അവൻ മരിച്ചതുപോലെ നാമും അതിന് പങ്കാളിയായി മരിച്ചു. അവനെ കുഴിച്ചിട്ടതുപോലെ നാമും കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ ജീവിച്ചെഴുന്നേറ്റ് നടക്കേണ്ടതിന് തന്നെ. ഇവിടെ ഒരു മരണവും അടക്കവും പുനരുദ്ധാനവും ഒക്കെ നടക്കുക. ഇവിടെ മരണത്തിൽ മാത്രമല്ല, അടക്കത്തിലും പുനരുദ്ധാനത്തിലും എല്ലാം പങ്കാളികളായിരിക്കുക. അതുകൊണ്ടാണ് നാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചിരിക്കുന്നതും ഞാൻ കൂടുതൽ വെളിപ്പെടുത്താം. ഇത് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലേക്ക് വരുന്ന ഒരു സ്നാനമാണ്. ഈ സ്നാനത്തെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പല തവണ കേട്ട് ഇത് റോമാലേഖനത്തിന്റെ ഈ ഭാഗം പല തവണ വായിച്ച് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇത് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലേക്ക് വരുന്ന ഒരു സ്നാനമാണ്. ഈ ലോകത്തിൽ കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അവന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ നാമും അവനോടുകൂടെ അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് പങ്കാളികളായി തീരുകയാണ്. I hope I am making it clear. Hallelujah. ഇതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. ഇതൊരു ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന തത്വമാണ്. ഈ ആത്മാവ് നമ്മിലേക്ക് വരുന്നതിനെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്. ഗലേഷ്യൻസ് 3:27 അവിടെ പറയുകയാണ്, ഇത് കണ്ടില്ലേ, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ. 27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതെന്തോയി പറയുന്നതെന്ന്? ക്രിസ്തുവിന്റെ ആത്മാവ്, ഇത് ആത്മസ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചാണ്, ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. യു ആർ ഐഡന്റിഫൈയിങ് യുവർ സെൽഫ് വിത്ത് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. വെള്ളത്തിൽ മുക്കുന്ന കാര്യമേ അല്ല ഈ പറയുന്നത്. വെള്ളവും ഇതുമായിട്ട് യാതൊരു കുലബന്ധം പോലുമില്ല. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുക.
ഇംഗ്ലീഷിൽ ഫോർ ആസ് മെനി ആസ് യു ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ഹാവ് പുട്ട് ഓൺ ക്രൈസ്റ്റ്. അതായത് കർത്താവിനെ നമ്മൾ ധരിച്ചിരിക്കുക. എല്ലാ സ്നാനങ്ങളും, പോൾ പറയുന്ന എല്ലാ സ്നാനങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം നോക്കിക്കാട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം. അവിടെ പറയുന്നുണ്ട്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരിക്കുന്നു. കണ്ടോ, ഇതെല്ലാം ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മളെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന കാര്യമായി പറയുന്നത്. ഇതൊന്നും വെള്ളവുമായിട്ട് യാതൊരു കണക്ഷനും ഉള്ളതല്ല. എല്ലാവരും ഏക ശരീരമാകുമാറ്, അതായത് കർത്താവിന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാകുമാറ് ഒരേ ആത്മാവിൽ, യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരിക്കുന്നു. ആത്മസ്നാനത്തെ കുറിച്ചായി പറയുന്നത്. റോമാലേഖനം നമ്മൾ ഞാൻ കാണിച്ച വാക്യമാണ്, എന്നാൽ ഒന്നുകൂടി ഇതിനോടുള്ള ബന്ധത്തിൽ കാണിക്കാം. 8-ാം അധ്യായം 9-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ ആ സെക്കൻഡ് പോർഷൻ നോക്കിയേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരണം, അല്ലെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല എന്ന് വരികയാണ്. ഈ ആത്മീക തത്വം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് തന്നെ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ബിറ്റ് മോർ ഇൻ ഡീറ്റെയിൽ. ഞാനിത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് എന്നാൽ ആവോളം ഞാൻ ചില പിക്ചറുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനതൊന്ന് കാണിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കാം. ഈ പടം, ഈ പിക്ചർ കണ്ടില്ലേ? ഈ പിക്ചറിൽ 2 ആദാമിനെ കാണിക്കുകയാണ്. ഒന്നാമത്തെ ആദാമും സോറി ഈ പിക്ചർ 2 ആദാമാണ്. ഒന്നാമത്തെ ആദാമും 2-ാമത്തെ ആദാമും. ഈ ആദാമിൽ കൂടെ എന്താ നമുക്ക് ലഭിച്ചത്? പാപം ആ ലോകത്തിലേക്ക്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇത് മേളത്തെ ലൈൻ കാണാൻ കഴിയുന്നുണ്ടോ? ആദാമാണ്. ആദാമിൽ കൂടി പാപം ലോകത്തിലേക്ക് വന്നു. ആ പാപത്തിന്റെ പരിഹാരമായിട്ട് മരണം കടന്നു വന്നു. പാപത്തിന്റെ ഫലമായിട്ട് മരണം കടന്നു വന്നു. ആ മരണം ഓരോരുത്തരിലും ബ്ലഡിൽ കൂടി അത് പടർന്നുകൊണ്ടേയിരുന്നു. ആദാമിന്റെ സന്തതിയിൽ വന്നു, കായിന്റെ സന്തതിയിൽ വന്നു, കായിന്റെ സന്തതിയിൽ, കായിന്റെയും ഹാബേലിന്റെയും ശേഷമുണ്ടായ സന്തതി പരമ്പരകളിൽ കൂടെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ജനറേഷൻസ് ആയി ഓരോരുത്തരിലും വന്നുകൊണ്ടിരിക്കുന്നു, നമ്മിൽ വരെയും വന്നുകൊണ്ടിരിക്കുന്നു. നാം ഇന്ന് മരിക്കുന്നത് ഈ പാപത്തിന്റെ ഫലമായിട്ടാണ്. നാം മരിക്കുന്നത് നമ്മൾ ചെയ്ത പാപം കൊണ്ടല്ല. നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കാതിരിക്കത്തില്ല. യു വിൽ ഡെഫിനറ്റ്ലി ഡൈ. ബിക്കോസ് ആദാമ്യ പാപം നമ്മുടെ ബ്ലഡിൽ കൂടി അത് പടർന്നുകൊണ്ടിരിക്കുക. 5 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുന്നത് അവന്റെ പാപം കൊണ്ടല്ല, ആദാമ്യ പാപം കൊണ്ടാണ്. ആ പാപം എങ്ങും വഴിയിൽ നിന്നു പോകാതെ കറക്റ്റ് വന്നുകൊണ്ടേ ഇരിക്കുക. ഓരോ തലമുറയായിട്ട് അത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആദാമിൽ കൂടി ആ മരണം നമ്മിലെത്തി. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വഴിയാണ്, DNA കൂടാണ്. അങ്ങനെ വന്ന് അത് കണ്ടംനേഷൻ, അതായത് നമ്മളെ കുറ്റം വിധിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ഭാഗവാക്കായി തീരുകയാണ്. അങ്ങനെ ഈ എറ്റേണൽ ഡെത്തിന് നമ്മൾ അവകാശികളായി തീരുക. ഈ എറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ശരീരത്തിൽ നിന്നും വേർപെടുന്ന കാര്യമല്ല. അതൊരു വേർപാടാണ്, അതൊരു മരണമാണ്. അതൊരു വലിയ വിഷയം ആക്ച്വലി അല്ല. നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് നമ്മൾ 2-ാമത്തെ മരണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ വിഷയമല്ല. ഇത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു, ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്നു എന്നുള്ളത്. എന്നാൽ 2-ാമത്തെ മരണം, എറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് നമ്മളെ നിത്യ നരകാഗ്നിയിലേക്ക് കളയുക. ഇതായിരുന്നു നമുക്ക് വിധിച്ചിരുന്നത്. ആദാമിൽ കൂടെ നമുക്ക് ലഭിച്ചത് അതാണ്. ആദാം പാപം ചെയ്തു, പാപത്തിന്റെ ശമ്പളമായി മരണം വന്നു. ആ മരണം ബ്ലഡിൽ കൂടി പകർന്ന് കണ്ടമിനേഷൻ, ആ കുറ്റം വിധിച്ച് നമുക്ക് ഓരോരുത്തരിലും അത് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് എറ്റേണൽ ഡെത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിന് വേറെ വഴിയൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ പോയി നിത്യ നരകത്തിലേക്ക് പോകും. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമാവുകയാണ്. ഈ യാഗമായതിലൂടെ ഈ പാപ പരിഹാരമായി തീർന്നു, ഇതിനൊരു പ്രായച്ചിത്തമായി തീർന്നു. ആദാം ചെയ്ത പാപത്തിനും ഈ കണ്ടംനേഷനും ഈ എറ്റേണൽ ഡെത്തിനും എല്ലാം ഒരു പരിഹാരമായി തീർന്നു. ഈ പരിഹാരം ഇവിടെ ദൈവം ചെയ്തു കഴിഞ്ഞു.
ഇനി ഈ പരിഹാരം നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് വിഷയം. ഇങ്ങനെ പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കത്തില്ല. ആ പരിഹാരം നമ്മിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മിലേക്ക് നാം അത് സ്വീകരിക്കണം, നമ്മിലേക്ക് അത് ആക്കി തീർക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിൽ ആഴമായിട്ട് വിശ്വസിക്കുക. ആ വിശ്വാസത്താൽ കർത്താവിൻ്റെ കൃപയാൽ അത് നമ്മിലേക്ക് വരികയാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കൊറോണയ്ക്ക് മെഡിസിൻ കണ്ടുപിടിച്ചു, കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊറോണ ഇവിടെ പ്രശ്നമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൊറോണയാണ്, അതൊരു ഒരു സിക്കാണ്, അത് അതിൻ്റെ എയർ ബോൺ ആണ്. ആ വൈറസ് ബ്ലഡിൽ കൂടി നമ്മിലേക്ക് പടർന്നുകൊണ്ടിരുന്നു, നമ്മൾ മരിച്ചുകൊണ്ടിരുന്നു. അതിന് പരിഹാരമായിട്ട് അതിനൊരു വാക്സിനേഷൻ കണ്ടുപിടിച്ചു, ഡോക്ടർമാരും മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് കയറ്റി കഴിയുമ്പോൾ നമുക്കത് മരണം മാറി ജീവൻ ലഭിക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി, കാൽവറിയിലെ മരണത്തിൽ കൂടി ഒരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുക. ഇതിൽ കൂടി ആദാമ്യ പാപത്തിന് ഫുൾ സ്റ്റോപ്പ് വീണിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പരിഹാരം വന്നിരിക്കുക. ഇനി അതിനെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം. എങ്ങനെ നമുക്കത് സ്വീകരിക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു വിധത്തിലും അത് സ്വീകരിക്കാൻ പറ്റത്തില്ല, കർത്താവിലുള്ള ആഴമായ വിശ്വാസത്താൽ മാത്രം. ഇതാ നമ്മുടെ നാഷണൽ ആന്തം എന്ന് ഞാൻ പറയുന്നത്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇത് നമ്മിലേക്ക് വരുന്നത് വിശ്വാസത്താലാണ്. കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ. അതാ ഞാൻ താഴെ എഴുതിയിരിക്കുന്ന ക്രൈസ്റ്റ്, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക. ആ വിശ്വാസത്താൽ, ചുമ്മാത് വിശ്വാസമോ അറിവോ അല്ല, ട്രസ്റ്റ് ആണ്. ആക്ച്വലി ട്രസ്റ്റ്. വേറെ പല കൂട്ടം കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ട് ഇതൂടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗുണവുമില്ല. അങ്ങനെ പല കൂട്ടം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം അല്ല ഇത്. ഇത് ഒരേ ഒരു കാര്യമാണ്, ഇതിൽ മാത്രമാണ് ഇന്ന് രക്ഷ. ദിസ് ഈസ് ദ ഗോസ്പൽ ആൻഡ് ദിസ് ഈസ് ദ ഓൺലി ഗോസ്പൽ. ഇവിടെ ആ വിശ്വാസത്താൽ, കർത്താവിന്റെ കരുണയാൽ, കൃപയാൽ, ആത്മാവിലൂടെ, അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വരിക. ആ ആത്മാവിലൂടെ രക്ഷ, സാൽവേഷൻ, എറ്റേണൽ ലൈഫായിട്ട് നമുക്ക് വരിക. ഇതാണ് ഞാൻ ഈ പഠിപ്പിച്ച റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിലെ വിഷയം. ഇതാണ് ആദാമിൽ കൂടി എങ്ങനെ പാപം നമ്മിൽ വന്നോ അതുപോലെ തന്നെ അതിന് പരിഹാരമായി കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ പാപപരിഹാര യാഗത്തിലെ വിശ്വാസത്താൽ, കർത്താവിന്റെ കൃപയാൽ തൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ ആ രക്ഷ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും നാം എറ്റേണൽ ലൈഫിലേക്ക് കടക്കുകയും ചെയ്യുക. 1-2 പിക്ചർ കൂടെ ഞാൻ കാണിച്ചോട്ടെ. എനിക്ക് ചില പിക്ചറുകൾ കാണിക്കാൻ താല്പര്യമില്ല, എന്നിരുന്നാലും എൻ്റെ ആഗ്രഹം കാരണം ഞാൻ അങ്ങ് ചെയ്തു. ഒത്തിരി പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പിക്ചർ ആയിരിക്കാം, എന്നിരുന്നാലും വിത്ത് അപ്പോളജീസ് ഞാനത് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുകൂടെ തെളിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊരു കുറ്റബോധം കിടക്കും. നിങ്ങൾക്ക് പലർക്കും ഒരു പക്ഷെ ഉണ്ടെങ്കിൽ, എൻ്റെ മുന്നിലിരിക്കുന്നവർക്കല്ല, ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നവർക്ക് യൂട്യൂബിൽ വന്നു കഴിയുമ്പോൾ പ്രയാസം തോന്നിയേക്കാം. ആ പ്രയാസം നല്ലതാ. കാര്യം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടും. നിത്യ നരകാഗ്നിയിൽ എന്നേക്കുമായിട്ട് പോകുന്നതിനേക്കാൾ അല്പം ഒന്ന് പ്രയാസപ്പെടുന്നത് നല്ലതാ. നിങ്ങൾ എന്നെ എന്തെങ്കിലും പള്ളു പറയുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല, എനിക്കെതിരായിട്ട് തിരിയുന്നതിലും എനിക്ക് വിരോധമില്ല. സത്യം നിങ്ങളോട് പറയുക എന്നുള്ളൊരു ദൗത്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പിക്ചർ വിത്ത് അപ്പോളജീസ് നിങ്ങളെ കാണിക്കുക. ആദാം ചെയ്ത ഈ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് വരുത്തി ഈ പാപ പരിഹാര യാഗത്തില് വിശ്വാസത്താൽ, കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ ആത്മാവിൽ കൂടെ ഈ രക്ഷ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ലഭിച്ചവർക്കാണ് ഈ നിത്യ സ്വർഗം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അനുഭവത്തിലേക്ക് കടക്കുന്നത്. ഇത് നിങ്ങൾക്ക് അഷ്വേർഡ് ആണ്. ഇത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 101% അഷ്വേർഡ് ആണ്. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളത് തിരുവചനം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് പകരമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ക്രൂശിനെ ഇന്ന് ഈ കാര്യം കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുക. ഇന്ന് ഈ ജലസ്നാനം വന്നിട്ട് ആ ക്രൂശിനെ എടുത്തു മാറ്റിയിരിക്കുക. ആ ക്രൂശിന് കിട്ടേണ്ടുന്ന മഹത്വം മുഴുവനും ഇതിലേക്ക് ചേർന്നിരിക്കുക. അവരൊക്കെ പറയാറുണ്ട്, ഇല്ല, ക്രൂശിൽ കൂടിയാണ് ഞങ്ങളുടെ രക്ഷ, വെള്ളം ഞങ്ങൾ ചുമ്മാതെ അതൊരു പരസ്യ പ്രഖ്യാപനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ചുമ്മാതെ പറയുന്ന ഒരു പരസ്യ പ്രഖ്യാപനവുമല്ല. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്നവരാണ്. അതുപോലെ തന്നെ ബൈബിളും അത് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പ് വേറെയാണെന്നേ ഉള്ളൂ. അത് പറഞ്ഞിരുന്ന ആൾക്കാർ വേറെയാണ്, നമ്മളല്ല. നമുക്കിന്ന് ഇത് ചെയ്യുന്ന ജനമാണ് ഇന്ന് ലോകത്തിലുള്ളതിൽ. ഇന്ന് ക്രിസ്തീയ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ
ഞാൻ പറഞ്ഞല്ലോ 300 കോടിയോളം ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിൽ ഭൂമിയുടെ മേലെ ഉണ്ട്. അതിൽ 99% ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ക്രൂശിന്റെ മഹത്വം മുഴുവനും ഇത് കവർന്നിരിക്കുക. ക്രൂശിനെ കുറിച്ചും ക്രൂശിലൂടെ നടക്കുന്ന ഈ സത്യത്തെക്കുറിച്ചും നിങ്ങൾ ഒരു പള്ളിയിലും കേൾക്കത്തില്ല. ഒത്തിരി പള്ളിയിൽ പോയിട്ടുള്ള ആളാ ഞാൻ, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയായി പറയുന്നത്, ഒരിടത്തും കേൾക്കത്തില്ല. നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഇതാണ്: മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, റിപ്പന്റ് ആൻഡ് കം ബാക്ക് ആൻഡ് ടേക്ക് വാട്ടർ ബാപ്റ്റിസം. ഇതിൽ കറക്കി കുത്തി നിർത്തിയിരിക്കുക നിങ്ങളെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് ഹിയർ. അതിപ്പോഴൊന്ന് ചെവി ഓപ്പൺ ആയിട്ട് കേട്ടോളുക. ഞാൻ എപ്പോഴും ഒരു പക്ഷെ പറഞ്ഞെന്ന് വരത്തില്ല. നിങ്ങൾ ഇതിലാണ് ആശ്രയിച്ച് നിൽക്കുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും എഴുതി വെച്ചോ, നിങ്ങൾ ഇവിടെ ചെന്ന് ചേരാനായിട്ട് ഇടയാകും. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെയൊന്ന് ഒരിക്കൽ കൂടി ബൈബിൾ തുറന്ന് വായിക്കാനായിട്ട് ഞാൻ ഓർപ്പിക്കുക. ഇത് ഒരു കൂട്ടരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു വലിയ ഗ്രൂപ്പുണ്ട്, അവർ ഇതിലാണ് നിൽക്കുന്നത്. ഈ ആളിനോട് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ആളിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയായി, നമ്മൾ റൈറ്റ് റൂട്ടിലെത്തി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിരുപാധികം നിങ്ങൾ ഇവിടെ ചെന്ന് ചേരും. എനിക്കറിയാം ഒത്തിരി പേര് എന്നെ ചീത്ത വിളിക്കും. ഈ വീഡിയോയുടെ അടിയിൽ ഒത്തിരി പേര് വന്നിട്ട് ഒത്തിരി പേര് ചീത്ത എഴുതും എന്നുള്ളത് എനിക്കറിയാം. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്കതിനകത്ത് ഒരു പ്രയാസവുമില്ല. ഇതിനകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെന്ന് ചേരുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ബ്ലഡ് കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ് ഇത് എന്ന് പറയേണ്ടതായിട്ട് വരും. വേറൊരു ഗ്രൂപ്പിനെ കാണിക്കാം. അതാണ് ഈ ഗ്രൂപ്പ്. ഇവർക്ക് അതുപോലെ തന്നെ, ഇവർക്ക് ഞാൻ മുമ്പ് കാണിച്ചതൊന്നുമില്ലെങ്കിലും ഭയങ്കര പള്ളി ഭക്തരാണ്. പള്ളിയുമായിട്ട് ഇറങ്ങത്തില്ല. പള്ളിയുടെ ഭയങ്കര ഇടപാടുകളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ഇതിന്റെ ഒത്തിരി ടീമുകളുണ്ട്. ഇവർക്കൊന്നും കർത്താവിന്റെ ക്രൂശോ അതിൽ കൂടെ നിറവേറിയ സത്യമോ ഒന്നും ഒരു വിഷയമല്ല. ഈ പോകുന്നവരൊക്കെ അവർ വിചാരിക്കും നമ്മൾ മുഴുവൻ സമയം പള്ളി ചെലവഴിച്ചതാണല്ലോ. ചെലവഴിച്ചതാണ്, പക്ഷെ സത്യം അറിയാതിരിക്കാൻ തങ്ങളെ ആര് തടുത്തു എന്ന് ചോദിക്കും. ഇവിടെ ചെന്ന് ചേരുന്നതിനിടയായിത്തീരും. ഇനി ഇതിനെക്കാട്ടിലൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്. അതാണ് ഈ ഗ്രൂപ്പ്. ഇത് ഇന്ന് ന്യൂജൻ ചർച്ചകളെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അട്ടഹാസങ്ങളും അഭ്യാസങ്ങളും പ്രാർത്ഥനയും ബഹളവും കസറയെടുത്തുകൊണ്ട് ഓട്ടവും ബഹളവുമായിട്ട് ഇങ്ങനൊരു വലിയ ഗ്രൂപ്പുണ്ട്. ഇവർക്കൊന്നും തന്നെ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല. ഇവരൊന്നും തന്നെ നിങ്ങളെ സത്യം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ വളരെ നിരുപാധികം ഇവിടെ ചെന്ന് ചേരും. ഇവിടെ ചെന്ന് ചേർന്നിട്ട് നിങ്ങൾ തിരിച്ചു കയറി വന്നിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കല്ല. നിങ്ങൾക്ക് ഒരേ ഒരു മാർഗമേ ഉള്ള രക്ഷയ്ക്ക്, അത് ഇതാണ്. ഇതിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. ഞാൻ ഈ സൈഡിൽ ചില റെഫറൻസ് വാക്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതോടെ ചേർത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന ഈ രക്ഷണ്യ പ്രവൃത്തിയിൽ കൂടി മാത്രമാണ് ഇന്ന് രക്ഷ. വേറെ ഒരു വഴിയിൽ കൂടിയും ഒരു മനുഷ്യർക്കും രക്ഷയില്ല. ആര് നിങ്ങളെ എന്ത് ഉപദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സത്യത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. ദിസ് ഈസ് ദ ട്രൂത്ത് ആൻഡ് ദിസ് ഈസ് ദ ഓൺലി ട്രൂത്ത്. അതിനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ ഈ റോമാലേഖനത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും, ഇവിടെ സ്നാനം എന്നൊരു വാക്ക് കേൾക്കുമ്പോഴത്തേന് കുളത്തിലോ തോട്ടിലോ ആറ്റിലോ ഒക്കെ പിടിച്ച് മുക്കുന്ന കാര്യമാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമേ അതല്ല. ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപരാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യേശു ക്രിസ്തുവിനോട് അനുരൂപനാകുവാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിലും അവന്റെ അടക്കത്തിലും അവന്റെ പുനരുദ്ധാനത്തിലും പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുക. അങ്ങനെ പങ്കാളികളായി തീർന്ന നാം അവന്റെ പുനരുദ്ധാനത്തിൽ അവന് ലഭിച്ചതുപോലെ ആ ഒരു ജീവിതത്തിന്റെ വിശുദ്ധിയിലും ആ ഒരു ജീവിതത്തിൽ നാം ഇപ്പോൾ ജീവിക്കണം. അത് നമുക്കൊരു ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഈ മൺകൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെ ആ ജീവിതം ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. കൊലോസി ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ എന്റെ ബന്ധത്തിൽ. കൊലോസി ലേഖനം 1-ാം അധ്യായം, കൊലോസിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ പിക്ചറുകളൊന്ന് മാറ്റിക്കോട്ടെ. അവിടെ പറയുകയാണ്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. നാം ഒരു കാലത്ത് ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു, ഈ സാത്താന്റെ അന്ധകാരത്തിലായിരുന്നു. അവിടെ നമ്മളെ വിടുവിച്ച് കർത്താവിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ആ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകുവീൻ എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടേക്ക് ഒത്തിരിയും കാര്യങ്ങൾ കാണിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഞാൻ
ഒരു ചെറിയ പിക്ചർ ചെയ്തിരിക്കുന്നോടൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇത് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ചാക്കുകളിലായിട്ട് ഓരോരോ സഭകളായിട്ട് അതിരുകെട്ടി വേർതിരിച്ച് ഇങ്ങനെ നമ്മളായിരിക്കുകയാണ്. ഓരോരുത്തർ ഇതെല്ലാം ഓരോ ക്രിസ്ത്യാനികളാണ്, പലതരത്തിലുള്ള സഭകളും പല വിശ്വാസങ്ങളുമായിട്ട് ഇങ്ങനെ ആയിരിക്കുന്നവരാണ്. എന്നാൽ ഇവരെല്ലാം വചനം കേട്ട് കഴിയുമ്പോൾ, പലയിടത്ത് ഏത് ചാക്കിലിരുന്നാലും ഏത് കെട്ടുപാടിനകത്തിലിരുന്ന് കഴിഞ്ഞാലും വചനം കേട്ട് കഴിയുമ്പോൾ അതിങ്ങനെ ജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിൻ്റെ അകത്തെ ആ ഒരു ജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇത് വചനം കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കർത്താവിന്റെ വരവിലും ഇങ്ങനെ ഇരിക്കും, ഉണങ്ങി കോട്ടനടിച്ച് ഇങ്ങനെ ഇരിക്കും, ഒരു ഗുണവും ഉണ്ടാകത്തില്ല, നിത്യ നരകാഗ്നിയിലേക്ക് പോകും. എന്നാൽ ആ വചനം കേട്ട് അവന്റെ ഉള്ളിൽ ജീവൻ പ്രാപിച്ച ആ വചനം എന്ന മായമില്ലാത്ത പാൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അത് ഓരോന്നും ഇങ്ങനെ ജീവൻ പ്രാപിക്കാൻ തുടങ്ങും. ഇതെല്ലാം ജീവൻ പ്രാപിച്ച ബീൻസുകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മനസ്സിലിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അങ്ങനെ ജീവൻ പ്രാപിച്ച ഒരു ബീൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പഴയ ശരീരമായി പുറത്ത് തൊപ്പി മാതിരി കാണുന്നത്, നമ്മുടെ ഇപ്പൊ ഈ കാണുന്ന ശരീരം, ഇത് ചത്തുപോയി. ഇത് ചത്തു കഴിയുമ്പോഴാണ് അതിനകത്തിൽ നിന്ന് പുതിയ ജീവൻ പ്രാപിച്ചത് വെളിയിൽ വരുന്നത്. ഈ ചത്തുപോയത് ഇത് ലോകപ്രകാരം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാം ലോകത്തിൽ മരിച്ചിരിക്കുക, ലോകം നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക, നമുക്ക് നമ്മുടെ മുന്നിൽ ലോകം മരിച്ചിരിക്കുകയാണ്, നാം ലോകത്തിന്റെ മുന്നിലും മരിച്ചിരിക്കുക. അതായത് ഇതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ കിളിച്ചു വന്നിരിക്കുന്ന ഈ കിളിർപ്പിന്റെ മേലെ ഇരിക്കുന്ന ഇതിന് മുമ്പുണ്ടായിരുന്ന ഇതിന്റെ ആ പരിപ്പാണിത്, ആ ബീൻസാണിത്. അത് കിളിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനമില്ലാതായിപ്പോ, അത് വെറും തൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലാണ് നമ്മുടെ ശരീരം. ഇച്ചിരി കഴിയുമ്പോഴത്തേന് നാം ഇങ്ങനെ ക്രിസ്തുവിൽ ബലപ്പെട്ട് ഇങ്ങനെ വളർന്ന ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ, കർത്താവിന്റെ വരവ് വരെ നാം ഇങ്ങനെ ശക്തമായിട്ട് ആത്മാവിൽ ബലപ്പെട്ട് വളരുന്നവരായി തീരണം. അതുപോലെ തന്നെ വേറൊരു പിക്ചറായി ഇത് കണ്ട, പല സ്ഥലങ്ങളിലായിരുന്നതെങ്കിലും പല ഇടങ്ങളിലാണ് നമ്മൾ ആയിരുന്നതെങ്കിലും ഇതെല്ലാം ആ വചനം എന്ന മായമില്ലാത്ത പാൽ, വചനം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം ജീവൻ പ്രാപിക്കുക. കണ്ടില്ല, ഇതിനെല്ലാം ജീവൻ പ്രാപിച്ചിരിക്കുന്നുണ്ടോ? ഈ ജീവനാണ് നമുക്ക് പ്രാപിച്ചിരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്നവരെല്ലാം ഈ ജീവൻ പ്രാപിച്ചവരാണ്. ഉണങ്ങിയിരിക്കുന്ന ബീൻസായിട്ടല്ല, ഇതെല്ലാം ഈ ജീവൻ മുള പൊട്ടിയിരിക്കുക, ഇതിനകത്ത് ആ ജീവൻ വന്നിരിക്കുക. അങ്ങനെ ജീവൻ പ്രാപിച്ചവരുടെ ഒരു കൂട്ടത്തിനെയായി സഭ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലയോ, ഈ ജീവൻ പ്രാപിച്ച ബീൻസുകളുടെ എല്ലാം ഒരു ബീൻസ് സ്പ്രൗട്ട് ആയത്. ജീവൻ പ്രാപിച്ചതിനെ എല്ലാം ഓരോ ട്രേയിൽ വെച്ചേക്ക്. ഇതാണ് ഒരു സഭ എന്ന് പറയുന്നത്. ഒരു സഭയിൽ ഇരിക്കുന്നത് മുഴുവൻ ഇങ്ങനെ ജീവൻ പ്രാപിച്ചായിരിക്കണം. ഇന്നൊരു സഭയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ചാക്കിനകത്തുനിന്ന് കുടഞ്ഞിട്ടിരിക്കുന്ന മാതിരി ബീൻസ് ഇരിക്കുകയാണ്, ഒന്നിനും ജീവൻ വെച്ചിട്ടില്ല. എൻ്റെ ആ പഴയ സ്വഭാവം ഞാൻ എടുക്കുമേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ പഴയ സ്വഭാവം ആക്ച്വലി ചത്തുപോയി. നമ്മളെല്ലാം പുതിയ ജീവൻ പ്രാപിച്ചിരിക്കുന്നവരാണ്. ഇങ്ങനെ ആ ഒരു ജീവൻ പ്രാപിച്ചിരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ, ആ സ്നാനമേറ്റ് കഴിയുമ്പോൾ നമ്മിലേക്ക് ആ ഒരു എന്താ പറയുന്നത്, ദൈവത്തിന്റെ ജീവൻ, കർത്താവിന്റെ ജീവൻ നമ്മിലേക്ക് വരിക. ഇതിനെയാണ് ക്രിസ്ത്യാനിറ്റി, കർത്താവിന്റെ ആത്മാവ് നമ്മിലേക്ക് വരിക. ഇനി 1-2 വാക്കുകൾ കൂടെ ഞാൻ കാണിക്കാം. 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം, അതിന്റെ 3-4 വാക്യങ്ങൾ. നമ്മുടെ പ്രതിപാദ്യ വിഷയം ഇതാണ്. ഈ ബേസ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പറയുന്ന ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇതിനെ വെള്ളത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി മുഴുവൻ വെള്ളത്തിലായി പോകും. ഇത് വെള്ളത്തിലെ സ്നാനമേ അല്ല ഈ പറയുന്നത്. ഇതിന്റെ തലേവാക്യം കണ്ടില്ലേ, പറയുന്ന പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അത് കഴിഞ്ഞിട്ട് പറയുക, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. എങ്ങനെ യേശു ക്രിസ്തുവിനോട് ചേർന്നതെന്ന് നിങ്ങൾക്കറിയാം. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി, നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ യാഗമായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരികയും അവന്റെ മരണ അടക്ക പുനരുദ്ധാനം നമ്മുടെ മരണ അടക്ക പുനരുദ്ധാനമായി മാറുകയും ചെയ്യുക. അങ്ങനെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവിന്റെ ആ മരണത്തിൽ മാത്രമല്ല നമ്മൾ പങ്കാളികളായത്, അവന്റെ അടക്കത്തിലും പങ്കാളികളായി, അവന്റെ പുനരുദ്ധാനത്തിലും നമ്മൾ പങ്കാളികളായി. എന്ന് ഞാൻ കർത്താവ് മരിച്ച് 2000 വർഷം കഴിഞ്ഞിട്ടാണ് ജനിച്ചതെങ്കിലും എൻ്റെ ആ വിശ്വാസത്താൽ ഞാൻ അതിന് പങ്കാളിയായി തീരുക എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക.
അടുത്ത വാക്യം പറയുന്നുണ്ടല്ലേ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കാര്യം അവനോടുകൂടെ നമ്മൾ അടക്കപ്പെടുകയും ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ നാം അവന്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുക. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഗലേഷ്യൻ 3:27 നമ്മൾ വായിച്ചത്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന്. അവന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മളെ പൊതിഞ്ഞിരിക്കുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. ഇതെല്ലാം പോൾ പറയുന്ന എല്ലാ സ്നാനവും ഈ കാര്യമാണ് പറയുന്നത്. നമ്മളതിന്റെ ഫണ്ട മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെല്ലാം വെള്ളത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കും. 12-ാമത്തെ വാക്യം കണ്ടില്ല, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കണ്ടോ, ഇതേ കാര്യം തന്നെയാണ് കൊലോസ്യ ലേഖനത്തിലും പറയുന്നത്. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ആത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12:13 ഇതാ പറയുന്നത്, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഈ സ്നാനം ഇനി ഇതിനു മുമ്പ് ആരും കഴിപ്പിച്ചിട്ടില്ല, ആരും പാലിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്നാൽ ആ സ്നാനത്തെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇങ്ങോട്ട് മുന്നോട്ട് കയറാൻ. അതുകൊണ്ടാണ്, കാരണം കർത്താവിന്റെ ഡെത്ത്, ബറിയൽ, റിസറക്ഷൻ, മരണ അടക്ക പുനരുദ്ധാനത്തിനോട് ചേരുവാനുള്ള സ്നാനമാണ് ഇതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ സ്നാനങ്ങളെല്ലാം കർത്താവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ചേരുവാനുള്ള സ്നാനമാണ്. അത് കർത്താവിന്റെ കാൽവറി യാഗം നിറവേറുന്നതിന് മുൻപായിട്ട് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകൻ നടത്തിയ സ്നാനമോ കർത്താവായ യേശു ക്രിസ്തു സ്വീകരിച്ച സ്നാനമോ 12 അപ്പോസ്തലന്മാർ ചെയ്ത സ്നാനമോ ഒന്നും തന്നെ ഈ സ്നാനമേ അല്ല. അവർക്കാർക്കും കർത്താവ് മരിക്കുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും എന്തിനാ മരിച്ചതെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. അവരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ നമ്മുടെ മശിഹായെ കൊന്നുകളഞ്ഞു, ഭയങ്കര ഒരു കൊലപാതകം നിങ്ങൾ നടത്തിയെന്നുള്ളതല്ലാതെ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഉലകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും അതിനെക്കുറിച്ച് അറിയാൻ ഇടയായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആദ്യ കാലങ്ങളിലോ അപ്പോസ്തല പ്രവർത്തികൾ 8 വരെയോ പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ഈ വേലയ്ക്കാക്കുന്നത് വരെയോ ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അതൊന്നും അവരാരും പ്രസംഗിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആരുടെയും സ്നാനം യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമേ ആയിരുന്നില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് വേണം. കാര്യം ഉലകം മുഴുവനും പോയി യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ച കാര്യങ്ങളെ പഠിപ്പിക്കണം, സ്വർഗരാജ്യം പ്രസംഗിക്കണം. അതിനുവേണ്ടി ആ ശക്തി പ്രാപിക്കുന്ന സ്നാനമാണ് അവരെല്ലാം ചെയ്തത്. ദാറ്റ് ഈസ് നോട്ട് ദ ബാപ്റ്റിസം ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള ബാപ്റ്റിസം അല്ല അത്. അവർക്ക് ആർക്കും തന്നെ അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇനി അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടെ ഒരു കാര്യം കൂടെ വെളിപ്പെടുത്താം. ഞാൻ ഈ ദിവസം ഒരു എപ്പിസോഡ്, ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അത് സ്നാനം എന്ന വിഷയം തന്നെയാണ്. പല പ്രാവശ്യം സ്നാനത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും അതിനെക്കുറിച്ച് പലർക്കും ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്ന ഒരു സീരീസ്, ഒരു 15 വീഡിയോ എങ്കിലും മിനിമം വരത്തക്ക രീതിയിൽ ഒരു സീരീസ് 15-20 മിനിറ്റ് ഉള്ള ഓരോരോ വീഡിയോകൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക. എല്ലാ സ്നാനവും അതിൽ പറയുന്നുണ്ട്. ആ വിഷയത്തിനെല്ലാം ക്ലാരിറ്റി ലഭിക്കുന്ന രീതിയിൽ. ഇവിടെ ഞാൻ ഒരു കാര്യം കൊടുത്ത് കാണിക്കാം. യഹൂദന്മാരുടെ ഒറിജിനൽ സ്നാനത്തിനായി ടെവില്ല എന്ന് പറയുന്നത്, ടെവില്ല, അതിനുവേണ്ടിയുള്ള സ്നാനക്കുളത്തിനാണ് മിക്വേ എന്ന് പറയുന്നത്, MIKVEH, മിക്വേ എന്ന് പറയുന്നത്. ഇത് അവരുടെ ഇടയിലെ ഒരു സാധാരണ കാര്യമാണ്. ക്രിസ്ത്യാനിക്കുള്ള സ്നാനത്തിന്റെ ഒരു 7 ഇരട്ടി സ്നാനം അവർക്കുണ്ട്. കാര്യം അവർക്ക് എല്ലാ പ്യൂരിഫിക്കേഷനും ഡെഡിക്കേഷനും കൺവേർഷനും ഒത്തിരിയും കാര്യങ്ങൾ, ശബത്തിനും ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ഒക്കെ മുമ്പായിട്ട് ഈ സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ തന്നെ ഈ സ്നാനം വേറെ ഒരാളെ സ്നാനം കഴിപ്പിക്കുന്നില്ല, സ്വന്തമായിട്ടുള്ള സ്നാനമാണ്. ഒത്തിരി സ്നാനം ഇവരുടെ സ്വന്തമായിട്ടുള്ള സ്നാനമാണ്. ഞാനൊരു കട്ടിങ് നിങ്ങളെ ഒന്ന് കാണിക്കാം. യഹൂദന്റെ സ്നാനത്തിൽ വരുമ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് കണ്ടില്ലേ, ജൂവിഷ് ടെവില്ല, ഇതാണ് ഇവരുടെ സ്നാനം. ജൂയിഷ് ടെവില്ല, ഇത് കോ പൈലറ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിലും കോ പൈലറ്റ് ഇന്ന് കിട്ടാനായിട്ട് കഴിയും. AI ഓവർവ്യൂ ആണ്. ജൂവിഷ് ടെവില്ല ഓർ ഇമേർഷൻ ഇൻ മിക്വേ, അതായത് ഈ കുളത്തിൽ മുക്കുന്നത്, ഇസ് ആൻ ഇൻഡിവിജ്വൽ ഓൺ ആക്ട് ഓഫ് പ്യൂരിഫിക്കേഷൻ. അവരവരെ ശുദ്ധീകരിക്കാനുള്ള അവരുടെ ഒരു ആക്ട്. ഇറ്റ്സ് നോട്ട് എ ബാപ്റ്റിസം പെർഫോംഡ് ബൈ സമ്മൺ എൽസ്. ഒരാൾ വേറൊരാളെ മുക്കുന്ന കാര്യമല്ല ഇത്, സ്വന്തമായിട്ട് പ്യൂരിഫിക്കേഷൻ വേണ്ടി ചെയ്യുന്ന. ദ ഇൻഡിവിജ്വൽ ഇമേഴ്സ് ദംസെൽഫ് ഇൻ ദ വാട്ടർ.
symbolizing spiritual cleansing and transformation according to Jewish tradition. അതായത് യഹൂദ പാരമ്പര്യ പ്രകാരം ഈ ടെവില്ല, ഈ മിക്വേ എന്ന് പറയുന്ന സ്നാനം അവർ തന്നെ ചെയ്യുന്ന ഒരു സ്നാനം, പ്യൂരിഫിക്കേഷന്റെ ഭാഗമായിട്ട്. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ടെവില്ല, ദ ജൂവിഷ് റിച്വൽ, ഇമേർഷൻ ഇൻ എ മിക്വേ, അതായത് എ പൂൾ ഓഫ് നാച്ചുറലി ഗാതേർഡ് വാട്ടർ, ഈസ് ടിപ്പിക്കലി പെർഫോംഡ് ബൈ ദ ഇൻഡിവിജ്വൽ ദംസെൽഫ്. അതായത് ഈ സ്നാനം ഓരോരുത്തരും തന്നെത്താൻ ചെയ്യുന്ന സ്നാനമാണ്, ഒരാളെ മുക്കുന്ന സ്നാനമല്ല. നോട്ട് ബൈ എ റാബി ഓർ എനി ഓഫീഷ്യന്റ്. The act is deeply personal and centers on spiritual purification. ആത്മീക ശുദ്ധത, ആ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും റിന്യൂവൽ, അതായത് മാനസാന്തരം വരികയും മടങ്ങി വരികയൊക്കെ ചെയ്യുമ്പോൾ, or transition such as before Shabbat, after menstruation or during conversion to Judaism, ഇതിനൊക്കെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സഹോദരിമാര്, സ്ത്രീകൾ എല്ലാ മാസവും അവരുടെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രത്യേക ശുശ്രൂഷ ഇവർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് യഹൂദിയ സ്നാനം എന്ന് പറയുന്നത്. ഈ സ്നാനം ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ലിഡിയയുടെ സ്നാനം ഈ സ്നാനമാണ്. പൗലോസ് അപ്പോസ്തലൻ ലിഡിയയെ പുഴയിൽ ഇറങ്ങി മുക്കിയ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്. ലുദിയയുടെ സ്നാനം എന്ന് പറയുന്നത് ഈ റിച്വൽ, അവരൊത്തിരി സ്ത്രീകളുണ്ട്, അവരുടെ എല്ലാം ആ ഒരു പ്യൂരിഫിക്കേഷന്റെ ഭാഗമായിട്ട്, മാസത്തിലുള്ള ആ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് അവർ വന്ന് സ്നാനം കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാനിതിനെയൊക്കെ ആ ഒരു സ്നാനത്തിന്റെ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും സ്നാനത്തിന്റെ ഡീറ്റെയിൽ സഹിതം പറയുന്നുണ്ട്. ഞാൻ അതിനകത്തുള്ളതെല്ലാം കൂടുതൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഫിലിപ്പിയൻ ജയിലർ സ്നാനപ്പെട്ട കാര്യം പറയുന്നത്, അദ്ദേഹവും എടുക്കുന്ന സ്നാനം ഈ സ്നാനമാണ്. അടി കൊണ്ട് ചുരുണ്ടിരിക്കുന്നിടത്ത് പൗലോസ് അപ്പോസ്തലൻ അയാളെ കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയ സ്നാനം അല്ല അത്, അതും ഈ സ്നാനമായി ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തി തരാം. ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സ്നാനമുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ലിഡിയ സ്നാനപ്പെട്ടു, കാരാഗ്രഹ പ്രമാണി സ്നാനപ്പെട്ടു, കൊരിന്തിൽ ഒത്തിരി പേര് സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ആ സ്നാനം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മ സ്നാനവും കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള ആത്മസ്നാനവുമായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ചക്കപ്പുഴുക്ക് മാതിരിയായി പോകും. സത്യം എന്താണ് നമ്മൾ മനസ്സിലാകാതെ പോകും. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ക്രിസ്ത്യാനിറ്റി എത്തിച്ചേർന്നിരിക്കുന്നത്. റോമാലേഖനം, നമ്മുടെ വിഷയത്തിലേക്ക് വരണം. 6-ാം അധ്യായം 8-ാം വാക്യം അടുത്ത ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഈ വിഷയം തന്നെ. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, അതാണ് അവിടുത്തെ വിഷയം. അതിൽ നമ്മെ അതിൻ്റെ കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് യോജിപ്പിക്കുന്നതും അതിനോട് അനുരൂപരാക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിക്കുക മാത്രം ചെയ്യാം. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലായി എന്ന് ഞാൻ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാട്ട്. അതിനുശേഷം ഞാൻ അതിനോട് ചില കാര്യങ്ങളോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 3-ാമത്തെ വാക്യം, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അത്ര ഒരു ക്ലിയർ കാര്യമാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സോറി, ഞാനത് നിങ്ങളെ കാണിക്കുന്നില്ലായിരുന്നു. സോറി, ലെറ്റ് മീ ഷോ യു ദാറ്റ്. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കാര്യം കർത്താവിനോടുകൂടെ നമ്മൾ മരിച്ചു, അടക്കി, നമ്മൾ ഉയർത്തെഴുന്നേറ്റു. ആ ആത്മാവ് നമ്മിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാം കർത്താവിന്റെ ഉയർപ്പിൽ കർത്താവ് ജീവിച്ചതുപോലെ അതിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇന്ന് നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് കർത്താവ് 2000 വർഷം മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ നടന്ന ആ ഒരു രീതി അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് കർത്താവ് മഹത്വത്തിന്റെ മഹിമയിൽ എങ്ങനെയായിരിക്കുന്നോ ആ അവസ്ഥയിൽ നാം ആയിരിക്കുവാനായിട്ട് പറയുക. അതാണ് നമ്മൾ ഫോളോ ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവിക ഉപദേശം. പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അടുത്ത വാക്യം 5-ാം വാക്യം, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ. നിങ്ങൾക്ക് ഇതിപ്പോ മനസ്സിലാകുന്നുണ്ടോ? പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നമ്മൾ കർത്താവിന്റെ മരണത്തോട് എങ്ങനെ ഏകീഭവിച്ചോ അങ്ങനെ തന്നെ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും നമ്മൾ ഏകീഭവിക്കും. നമുക്ക് ആ ഒരു ശരീരം ഇന്ന് ലഭിച്ചിട്ടില്ല, കാര്യം നമ്മൾ ഈ മൺകൂടാരത്തിലായിരിക്കുക. പക്ഷെ നമുക്ക് ആ ശരീരം ലഭിക്കും. ഇതെല്ലാം അഷ്വേർഡ് കാര്യങ്ങൾ, ഇതൊന്നും വഴിക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം 100% അഷ്വേർഡ് ആണ്.
ആ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അടുത്ത വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പലർക്കും ഇത് ഇതുവരെ അറിയത്തില്ല. നമ്മുടെ ആ പഴയ മനുഷ്യനുണ്ടല്ലോ, അത് ക്രൂശിക്കപ്പെട്ടു. പാപത്തിന് അടിമപ്പെടാൻ ഇനി നമ്മൾക്ക് കഴിയത്തില്ല. ആ പാപത്തിന് നമ്മളെ ഇനിയും ജയിക്കാൻ കഴിയത്തില്ല. ആ പാപത്തിന് നമ്മുടെ മേൽ ഇനി ശക്തിയില്ല. കാര്യം നമ്മൾ ക്രൂശിക്കപ്പെട്ട് നമ്മൾ മരിച്ചു. ഡെഡ് ബോഡിയുടെ മേലെ ഒരു നിയമവുമില്ല. ഒരുത്തൻ ജയിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവൻ ജയിലിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവന്റെ മേലെ പിന്നെ ഒരു നിയമവും ബാധകമല്ല എന്ന് പറഞ്ഞതുപോലെ നാം പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടത്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ? കർത്താവിൽ അങ്ങനെ മരിച്ചവന്റെ മേൽ ഇനി പാപത്തിന് അധികാരമില്ല. ഇനി പാപം നമ്മളെ കൊണ്ട് സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ കയറി ചെന്നിട്ട് തോമസ് ജോർജ് ഭയങ്കര കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവന് നമ്മുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. കർത്താവ് പറയും, അവൻ എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, അവൻ എന്നോടുകൂടെ മരിച്ചു, അവൻ എന്നോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനാണ്. അവന്റെ മേൽ, നമ്മുടെ മേൽ ഇനി ആ പാപത്തിൽ നിന്ന് നമ്മൾ പരിപൂർണമായിട്ട് മോചനം പ്രാപിച്ചിരിക്കുക. ഫോർ ഹി ദാറ്റ് ഈസ് ഡെഡ് ഈസ് ഫ്രീഡ് ഫ്രം സിൻ. 8, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, കർത്താവിനോടുകൂടെ നമ്മൾ മരിച്ചു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ മരിച്ചതുപോലെ നാം അവനോട് ജീവിക്കായി. ഇതാ ഞാൻ പറയുന്നത്, നമ്മുടെ എറ്റേണിറ്റി ഹാസ് ഓൾറെഡി ബിഗൺ. നാം ഇന്ന് കർത്താവിനോടുകൂടെ എറ്റേണിറ്റിയിലായിരിക്കുക. ഈ ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ജീവൻ ഓൾറെഡി എറ്റേണിറ്റി നമ്മളെ ആരംഭിച്ചിരിക്കുക. ഇനി നമ്മൾ മരിച്ചാലും കണ്ണ് ചിമ്മുന്നതിനിടയിൽ നാം സ്വർഗത്തിലായിരിക്കാൻ പോവുക, കർത്താവിനോടൊപ്പം ആയിരിക്കാൻ പോവുക. നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കിനി ഒരു ഡാർക്ക് പീരീഡോ ഒരു ഏജ് ഓഫ് ഡാർക്ക്നെസ്സോ നമ്മുടെ ചരിത്രത്തിൽ ഇനി ഇല്ല. വി ആർ വിത്ത് ദ ലോർഡ്. നമ്മുടെ എറ്റേണിറ്റി, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. അത് ലാസ്റ്റ് ആയിരുന്നു. ഒരിക്കൽ മരിക്കണമായിരുന്നു, അതുകൊണ്ട് മരിച്ചു. ഇനിയും അവന്റെ മേൽ മരണത്തിന് അധികാരമില്ല. മരണത്തിന് അവനിനെയും സമർപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കത്തില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല, അവന്റെ മേൽ ഇനി അവകാശമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. കർത്താവിന്റെ മേൽ അധികാരമില്ലാത്തതുപോലെ ആ മരണത്തിന് നമ്മുടെ മേലും ഇനി അധികാരമില്ല. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഇതുപോലെയാണ് നമ്മളും. പാപസംബന്ധമായിട്ട് നമ്മൾ കർത്താവിൽ ഒരിക്കലായിട്ട് മരിച്ചു. നമ്മൾ ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. അടുത്ത വാക്യം, ഔവണ്ണം നിങ്ങളും. എങ്ങനെ? ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. അങ്ങനെ നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചവരാണെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ അനുഗ്രഹമായി തന്നേക്കുന്നു. ഇതിനെ ഒരു വാക്യമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ബ്ലെസ്സിങ് അനുഗ്രഹിച്ച് നമുക്ക് തന്നിരിക്കുക. അവർ എറ്റേണിറ്റി ഹാസ് ഓൾറെഡി ബിഗൺ ഹിയർ. നമ്മുടെ നിത്യവാസത്തിലേക്ക് നാം കടന്നിരിക്കുക. ഇങ്ങനെ നാം ആയിരിക്കുമ്പോൾ ഇതിന്റെ 4ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഈ ഒരു ഓഫർ നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ 4ാം വാക്യം പറയുന്നത്. ഇതിന്റെ 4ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ ജീവിച്ചെഴുന്നേറ്റതുപോലെ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നെല്ലാം പറയുന്നത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിനോടൊപ്പം ജീവിക്കുന്ന കാര്യമാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും കർത്താവിന്റെ മരണത്തോടും അതിന്റെ അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ ഏകീഭവിച്ച നാം കർത്താവിന്റെ ആ മരണ പുനരുദ്ധാനത്തിലെ, അതായത് എന്താ പറയുന്നത്, അവന്റെ ആ പുനരുദ്ധാനത്തിൽ കർത്താവ് ജീവിച്ചെഴുന്നതുപോലെ ആ ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കണം. ഇതാ പോൾ ഇവിടെ പറയുന്നത്. ഇത് മരണാനന്തരം ഉണ്ടാകുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല. ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് ആയിരിക്കുമ്പോൾ, നമ്മുടെ ഈ മർത്യ ശരീരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പുനരുദ്ധാനത്തിന്റെയും ക്രിസ്തുവിനോട് ഒന്നിച്ച് വാഴുന്നതിന്റെയും ശക്തിയും മഹിമയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുന്നതിനെ കുറിച്ചായി പറയുന്നത്. ഇതുപോലെ ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ അധികം സമയം എടുക്കത്തില്ല, ഞാൻ പെട്ടെന്ന് നിർത്താം. 3-ാം അധ്യായത്തിന്റെ
ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചോട്ടെ. അതുകൂടെ കാണിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഫിലിപ്പിയ ലേഖനം അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതിനെ നിങ്ങളെ ഇതിന്റെ റീക്യാപ്പായിട്ട് പറഞ്ഞ് ഇതിനെ ഞാൻ മനസ്സിലാക്കി തരാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, ഇത് ഫിലിപ്പിയ ലേഖനമാണ്, റോമാലേഖനമല്ല. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും, മനസ്സിലായോ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചാൽ ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിടുന്നു. പൗലോസ് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ മരണത്തിന്റെ കാര്യമാണ്. ഈ മരിച്ച് ഈ ഉയർത്തെഴുന്നേറ്റ് ഞാൻ അവന്റെ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി, അവന്റെ മരണത്തിന്റെ അനുഭവത്തെ, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി എൻ്റെ മൺകൂടാരത്തിൽ അനുഭവിച്ച് അറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതറിയാൻ വയ്യാതെ ഇത് കർത്താവിന്റെ വരവിങ്കൽ കാഹളം ധ്വനിക്കുമ്പോൾ പൗലോസിന് സംശയമാണ്, പൗലോസ് എടുക്കപ്പെടുമോ എന്ന്. മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുനരുദ്ധാനം ലഭിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ എന്നാണ് പൗലോസ് പറയുന്നതെന്നൊക്കെ തെറ്റായിട്ട് പഠിപ്പിച്ച്, തെറ്റായിട്ട് പ്രസംഗിച്ച് ഈ വചനങ്ങളെല്ലാം തലകീഴായിട്ട് മറിച്ചിരിക്കുക. ഇതെല്ലാം ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ, അതായത് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഇവിടെ പറയുന്നത് കണ്ടില്ലേ, അവന്റെ ഞാൻ ഇതിനെല്ലാം ചപ്പന്നും ചവറന്നും ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം. ഈ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ, ഈ ലോകത്തിൽ മരിക്കുന്ന കാര്യമാണ്. പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിടുന്നു. പൗലോസിന് എടുക്കപ്പെടുമോ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയമേ ഇല്ലായിരുന്നു. 2 തിമോത്തി 4:7-8 പോൾ അസന്നിഗ്ധമായിട്ട് പറയുക. 2 തിമോത്തി 4:7-8 പോൾ പറയുന്ന വാക്യം കണ്ടില്ല, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മരിക്കുന്നതിന് മുമ്പ് 100% ഉറപ്പോടായി പറയുന്നത്. അടുത്ത വാക്യം പറഞ്ഞ കണ്ടില്ലയോ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും അത് നൽകുമെന്ന് പറയുക. ഇവിടെങ്ങും പോളിനെ സ്വർഗത്തിൽ ചേർക്കും, മരിച്ചവർ ഉയർക്കുമ്പം ചേർക്കുന്ന വിഷയമല്ല പറയുന്നത്. ഈ റോമാലേഖനം 6-ാം അധ്യായം നമ്മളിപ്പോ പഠിച്ച 11-ാം വാക്യം, 9-ാം വാക്യം, 11-ാം വാക്യത്തിലൊക്കെ പറയുന്നത് പോലെ ഈ ശരീരത്തിൽ കർത്താവിന്റെ മരണത്തെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ബേസിക് ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ആ ഫൗണ്ടേഷൻ ഒന്ന് ഉറപ്പിക്കാനേ എനിക്ക് ഇന്ന് കഴിഞ്ഞുള്ളൂ. വിഷയത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് വീണ്ടും വരും. പല അമൂല്യമായ സത്യങ്ങൾ നിങ്ങൾ ഇതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ദൈവനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.